നമസ്കാരം, ഞാൻ ഗോകുൽ രവി. പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി മണിക്കൂറുകൾക്കകം പുറത്തുവരും. വോട്ടെണ്ണാനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. 7 ഘട്ടങ്ങളിലായി നടന്ന പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. രാവിലെ 8 മണിക്ക് ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാകും എണ്ണുക. വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവരങ്ങൾ ലഭ്യമാകുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം മതി ഇലക്ട്രോണിക് മെഷീനിലെ വോട്ടെണ്ണൽ എന്ന കോൺഗ്രസ് ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. വൈകിട്ടോടുകൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം വ്യക്തമാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. നാളെ വോട്ടെണ്ണുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയും BJPയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്ന തിരക്കിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJPയുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന ദേശീയ നേതാക്കളുടെ യോഗം BJP അധ്യക്ഷന്റെ വസതിയിൽ ഇന്ന് ചേർന്നിരുന്നു. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമായി ഏതെങ്കിലും വിധത്തിൽ ഭിന്നതയുണ്ടെന്ന വാർത്തകൾ കോൺഗ്രസ് തള്ളി. ശക്തമായ വിമർശനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അതിനെയെല്ലാം തള്ളുന്ന കമ്മീഷൻ നാളെ വൈകിട്ടോടുകൂടി തന്നെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടന്ന വേദിയിൽ നിന്നും ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം R രാധാകൃഷ്ണൻ, 24. വോട്ടെണ്ണലിന് മുന്നോടിയായി ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ നേതൃത്വത്തിൽ BJP ഉന്നതതല യോഗം ചേർന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് ഫലം എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിപരീതമായിരിക്കുമെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. എക്സിറ്റ് പോൾ സർവേകളുടെ പശ്ചാത്തലത്തിൽ ഹാട്രിക് വിജയ പ്രതീക്ഷയിലാണ് BJP. വോട്ടെണ്ണൽ ദിനത്തിലെ ഒരുക്കങ്ങൾ, വൻ വിജയം നേടിയാലുള്ള ആഘോഷ പരിപാടികൾ, സത്യപ്രതിജ്ഞയുടെയും സർക്കാർ രൂപീകരണത്തിന്റെയും പ്രാഥമിക ചർച്ചകൾ, ഒപ്പം പ്രതിസന്ധി സാഹചര്യമുണ്ടായാൽ നേരിടേണ്ടതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പാർട്ടി അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ BJP ഉന്നതതല യോഗം ചേർന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തി. നിതീഷ് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞേക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളോട് വിധി കാത്തിരുന്നു കാണാമെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു. We have to wait, just wait and see. Hopefully you are to form the government now. Well, we are very hopeful that our results are completely the opposite of what the exit poll is saying. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണണമെന്ന ഇന്ത്യ മുന്നണിയുടെ ആവശ്യം തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പ്രായോഗികമല്ലെന്നും അപ്രസക്തമെന്നും വ്യക്തമാക്കി. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നടപടിക്രമങ്ങളും പൂർണ്ണമായി പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും വിഭാഗം എതിർപ്പുകൾ അറിയിച്ചാൽ രേഖാമൂലം എഴുതി വാങ്ങണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. 24 ഡൽഹി. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയോടെ മുന്നണികൾ. എക്സിറ്റ് പോളുകളിലെ അപ്രതീക്ഷിത പ്രവചനങ്ങളാണ് കേരളത്തിൽ ചർച്ചയാകുന്നത്. BJP താമര വിരിയിക്കില്ലെന്ന് വാദിക്കുന്ന LDFും UDFും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഒരുപോലെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. അതേസമയം തൃശൂർ മണ്ഡലത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. CPIയും ശരിക്കും അങ്കലാപ്പിലാണ്. പുറമെ എക്സിറ്റ് പോളുകളെ പരിഹസിച്ച് തള്ളുന്നുണ്ടെങ്കിലും അവ നൽകുന്ന പൊതുസൂചനയാണ് ആശങ്ക. സീറ്റെണ്ണത്തിൽ പിന്നോട്ട് പോകുന്നതിനൊപ്പം പാർട്ടിക്ക് ആശങ്ക നിറയ്ക്കുന്നതാണ് വോട്ട് വിഹിതത്തിൽ പ്രവചിക്കപ്പെടുന്ന വലിയ ചോർച്ച. എക്സിറ്റ് പോളുകൾക്ക് BJPയെ ജയിപ്പിക്കാമെന്നും എന്നാൽ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിക്കില്ല എന്നുമായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 2004 അനുഭവമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. എക്സിറ്റ് പോൾ കൊണ്ട് BJP ജയിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിപ്പിക്കാൻ പറ്റും. എക്സിറ്റ് പോൾ ഫലങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കുമെന്നുമായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. കേരളത്തിൽ മേൽക്കൈ നേടുമെന്ന പ്രവചനമുണ്ടെങ്കിലും എക്സിറ്റ് പോളിനെ പൂർണ്ണമായി തള്ളുന്ന UDF 2020 അവകാശവാദത്തിലാണ്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രവചനങ്ങളെ UDFും പരിഹസിക്കുന്നു. ഏപ്രിൽ 26 മുതൽക്ക് ഒരേ പ്രതീക്ഷ തന്നെ. ആ ദിവസമല്ലേ വോട്ട് നടന്നത്. അത് കഴിഞ്ഞ് വെറും കാത്തിരിക്കുകയല്ലേ.
ഈ എക്സിറ്റ് പോൾ പറഞ്ഞാൽ പുതിയൊരു വോട്ടല്ലല്ലോ. നല്ലൊരു കംഫർട്ടബിൾ വിജയമായിരിക്കും, ഒരു സംശയമില്ല ഞങ്ങളുടെ മനസ്സിൽ. മാർച്ച് 9 ഇവിടെ വന്നിറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും UDFനും ഇല്ല, സ്ഥാനാർത്ഥിക്കും ഇല്ല. അതിപ്പോൾ നാളെ ഏതാണ്ട് 8 മണി വരെ വിരിഞ്ഞോട്ടെ, 8 മണി കഴിഞ്ഞാൽ വാടും. അത് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. കേരളത്തിലുണ്ടാവില്ല. 5 നിയോജക മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷം UDFനുണ്ടാവും. കേരളത്തിൽ UDF വലിയ വിജയം നേടുമെന്നും അഭ്യൂഹങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ കോട്ടയത്തെയും എരുമേലിയിലെയും ക്ഷേത്രങ്ങളിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തി. തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല. തിരുവനന്തപുരത്ത് വിജയപ്രതീക്ഷയുണ്ടെന്നും കേരളത്തിലും മാറ്റമുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഞാനിപ്പോൾ നന്നായി അധ്വാനിച്ചു, ഇവിടെ പ്രവർത്തകരെല്ലാം അധ്വാനിച്ചു, NDAൻ്റെ എല്ലാ ലീഡേഴ്സും അധ്വാനിച്ചു. ജനങ്ങൾ ഇവിടെ മാറ്റം വേണമെന്ന് ജനങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ അവരുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് നാളെ കാണാം. 1 മുതൽ 4 സീറ്റ് വരെ നേടുമെന്ന എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും വോട്ട് ശതമാനം ഉയരുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. 2 മാസം നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ക്ലൈമാക്സ് ദിനമായ വിധി ദിനത്തിൽ സുസജ്ജമായി ടീറ്റും 24. 543 ലോക്സഭാ മണ്ഡലങ്ങളുടെയും സമഗ്ര ചിത്രം ഒറ്റനോട്ടത്തിൽ വ്യക്തമാക്കുന്ന മാജിക്കൽ സ്ക്രീനാണ് 24 പ്രിയ പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 5 മണി മുതൽ തത്സമയം സംപ്രേഷണവുമായി 24 റെഡി. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന ദിനത്തിൽ 24 ഒരുക്കിയിരിക്കുന്നത് മാജിക്കൽ സ്ക്രീൻ. ഒറ്റനോട്ടത്തിൽ 543 മണ്ഡലങ്ങളിലെയും ഫലം പ്രേക്ഷകന് ആശയക്കുഴപ്പങ്ങളില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന, സങ്കീർണതകൾ ഒന്നുമില്ലാത്ത വിഷ്വൽ ട്രീറ്റ്, ലളിതവും സരസവുമായ അവതരണം. അടുത്ത 5 കൊല്ലം ഇന്ത്യ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ആ നിമിഷം വരെ തെരഞ്ഞെടുപ്പ് സംപ്രേഷണം നീണ്ടുപോകും. മാത്രമല്ല അവസാനത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും ആദ്യം പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ള ഉദ്യമമാണ് പതിപോലെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് നമുക്ക് വേണ്ടി കാത്തിരുന്നത്. വസ്തുതകളുടെ ഗൗരവത്തിൽ ഒട്ടും ചോർച്ചയില്ലാതെ, ബോറടിപ്പിക്കാതെ പ്രേക്ഷകനിലേക്ക് ഫലവും വിലയിരുത്തലും ഏറ്റവും ആധികാരികമായി അതിവേഗത്തിൽ കൃത്യതയോടെ നൽകാൻ വിപുലമായ ഒരുക്കങ്ങൾ. ഫലപ്രഖ്യാപനത്തിനു ശേഷം സമഗ്ര വിലയിരുത്തലുമായി AR VR ഗ്രാഫിക്സിന്റെ ചേരുവയും 24ന്റെ സ്പെഷ്യൽ. ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അത് ആളുകൾക്ക് അവരെ ആകർഷിക്കുന്ന തരത്തിൽ, അവർക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന തരത്തിൽ ഒരു നറേഷനാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും ഏതൊക്കെ പരിഹാസങ്ങളുണ്ടെങ്കിലും ആളുകളുടെ, പ്രേക്ഷകരുടെ പിന്തുണ 24-നുണ്ട് എന്ന അക്കങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം റിപ്പോർട്ടർമാരുടെ പ്രാതിനിധ്യം, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഉദ്വേഗ നിമിഷങ്ങൾ ചോർച്ചയില്ലാതെ അപ്പപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രതിനിധികൾ റെഡി. പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനപ്പെട്ട മുന്നണികൾ, അവരുടെ ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രകടനം എങ്ങനെയെന്നത് ഒറ്റനോട്ടത്തിൽ സ്ക്രീനിൽ കിട്ടും. അങ്ങനെ സമ്പൂർണ്ണമായി ഒരു വോട്ടെണ്ണൽ ദിവസം, ഒരു വിധി ദിനം ഒരു ഉത്സവമാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിൽ ഞങ്ങൾ സജ്ജരായിട്ടുണ്ട്. മാജിക്കൽ സ്ക്രീനിന്റെ അകമ്പടിയിൽ ഓണറിൽ ആവേശത്തോടെ നിങ്ങളുടെ പ്രിയ അവതാരകരും. നമ്മൾ തമ്മിൽ തമാശ പറയും, ഗൗരവപ്പെട്ട സംവാദങ്ങൾ ഉണ്ടാകും, കൃത്യമായ വിലയിരുത്തൽ ഉണ്ടാകും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒറ്റ കാര്യം, നമ്മുടെ മാജിക് സ്ക്രീൻ അതിപ്രധാനമാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളുടെ ലീഡ് നില എങ്ങോട്ടേക്കാണ്, രാജ്യം ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ എങ്ങോട്ടേക്കാണ്, എവിടെയെങ്കിലും അട്ടിമറിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ക്ലാരിറ്റിയോടെ ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന മാജിക് സ്ക്രീനാണ് നമ്മുടെ പ്രത്യേകത. സമഗ്രാധിപത്യം ഉറപ്പിക്കാൻ 24ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വിപുലമായ ഒരുക്കങ്ങൾ. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കൃത്യമായ അപ്ഡേഷനുകൾ പ്രേക്ഷകർക്ക് ലഭിക്കും. നമ്മുടെ വെബ്സൈറ്റായ www.24news.com അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന വിധിയുമായി, വോട്ടെണ്ണൽ ദിനവുമായി ബന്ധപ്പെട്ട കാർഡുകൾ ഉണ്ടാകും. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 24 ആരംഭിച്ചതിന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മലയാളികൾ 24-നോടൊപ്പമാണ് ചേർന്നിട്ടുള്ളത്. നാളത്തെ ചരിത്ര ദിനത്തിലും 24-നോടൊപ്പം യൂട്യൂബ് ചാനലിനോടൊപ്പം നിങ്ങൾ ചേരണം എന്നാണ് അഭ്യർത്ഥന. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ രാജ്യത്തെ ഓരോ തെരഞ്ഞെടുപ്പിലും കാഴ്ചക്കാരിൽ റെക്കോർഡ് കുറിച്ച് മുന്നേറുന്ന 24-ന് ഏഷ്യയിൽ ഒരേ സമയം 5 ലക്ഷം പേർ ഒരുമിച്ചിരുന്ന് കണ്ട ന്യൂസ് ചാനൽ എന്ന റെക്കോർഡും സ്ക്രീനിൽ വിസ്മയങ്ങൾ തീർക്കാൻ ഊർജ്ജമാണ്. വാർത്താ മാധ്യമ ലോകത്ത് അവതരണത്തിലും ഇലക്ഷൻ ഗ്രാഫിക്സിലും തനത് രീതികളെ പൊളിച്ചെഴുതിയ 24 കാഴ്ചയിലും അവതരണത്തിലും വീണ്ടും പുതുമകൾ കുറിക്കും. ദ റിയൽ ഇലക്ഷൻ എക്സ്പെർട്ടായ 24-നോടൊപ്പം നാളെ രാവിലെ 5 മണി മുതൽ തുടങ്ങുന്ന തത്സമയ സംപ്രേഷണത്തിൽ അണിചേരാൻ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ന്യൂസ് ഡെസ്ക് 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് സംസ്ഥാനത്തെ 20 കേന്ദ്രങ്ങളും സജ്ജം. വോട്ടെണ്ണലിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. കുറ്റമറ്റ രീതിയിൽ കൗണ്ടിംഗ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു. അതേസമയം വടകരയിൽ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് മുന്നറിയിപ്പ്.
സംസ്ഥാനത്ത് പരാതികളില്ലാതെ വോട്ടെണ്ണൽ നടത്താനുള്ള പരിശ്രമത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കൗണ്ടിംഗ് നടക്കുന്ന 20 കേന്ദ്രങ്ങളിലും അവസാനവട്ട പരിശോധനകൾ പൂർത്തിയാക്കി. 5:30 സ്ട്രോങ് റൂമുകൾ തുറക്കും. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 പോസ്റ്റൽ വോട്ടിനൊപ്പം EVM വോട്ടുകളും എണ്ണം. 9 മണിയോടെ ആദ്യ ഫലസൂചനകളെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. 8 മണിക്കാണ് പോസ്റ്റൽ ബാലറ്റ്സ് ആൻഡ് കൗണ്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. 8:30 EVMസിന്റെ വോട്ടിംഗ് കൗണ്ടിംഗ് തുടങ്ങും. സോ ഫസ്റ്റ് നമുക്ക് ട്രെയിൻസ് ഒരു 9 മണിക്ക് കിട്ടും. കോഴിക്കോട് വടകര മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന കോഴിക്കോട് JDT കോളേജ് പരിസരത്തും വയനാട് മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന താമരശ്ശേരിയിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. 144 will be declared in that particular ward JDTയിലെ. തിരുവമ്പാടിയിൽ അത് സെയിം പോലെ ആണ്. വി ആർ ഫെയർലി കോൺഫിഡൻറ്റ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി എനി ഇഷ്യൂസ്. പിന്നെ നമുക്ക് വി ഹാവ് സഫിഷ്യൻറ്റ് പോലീസ് പ്രൊട്ടക്ഷൻ, പോലീസ് ഫോഴ്സ് ഡിപ്ലോയ്മെൻറ്റ് എല്ലാ സ്ഥലത്തും. JDT മാത്രമല്ല, വടകരവും കോഴിക്കോടും റിക്വയർമെൻറ്റ് ബേസിസിൽ എല്ലാ സ്ഥലത്തും നമുക്ക് സഫിഷ്യൻറ്റ് ഫോഴ്സ് ഡിപ്ലോയ്മെൻറ്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് എനി ഇഷ്യൂസ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. വടകരയിൽ സംഘർഷമുണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിനെ തുടർന്ന് 6 കമ്പനി അധിക സേനയെ വിന്യസിക്കും. ADGP വടകരയിൽ ക്യാമ്പ് ചെയ്യും. വോട്ടെണ്ണൽ കഴിഞ്ഞും പോലീസിനെ പിൻവലിക്കരുതെന്നാണ് നിർദ്ദേശം. വ്യാജ വാർത്തകളും സന്ദേശങ്ങളും തടയാനും സമൂഹ മാധ്യമങ്ങളെ നിരീക്ഷിക്കാനും വിപുലമായ സംവിധാനം പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഹ്ലാദ പ്രകടനങ്ങൾ മുൻകൂട്ടി പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും തത്സമയ ഫലം അറിയാനാവും. 24 തിരുവനന്തപുരം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് മാപ്പ് ലഭിക്കാനുള്ള ദയാധനം ഗവർണറേറ്റിന് കൈമാറി. 15 മില്യൺ റിയാലിന്റെ ചെക്കാണ് കൈമാറിയത്. ഇതുമായി ബന്ധപ്പെട്ട് വാദിഭാഗവും പ്രതിഭാഗവും അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചു. വൈകാതെ അബ്ദുൾ റഹീമിന്റെ മോചനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ന് കാലത്താണ് അബ്ദുൾ റഹീം കേസിലെ വാദി പ്രതിഭാഗം വക്കീലുമാർ ഗവർണറേറ്റിലെത്തി അനുരഞ്ജന കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരി, റഹീമിൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കരാറിൽ ഒപ്പിട്ടത്. ഇതോടൊപ്പം റിയാദ് ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരിൽ ഇന്ത്യൻ എംബസി അനുവദിച്ച 15 മില്യൺ റിയാലിൻ്റെ ദിയാധനത്തിനുള്ള സർട്ടിഫൈഡ് ചെക്കും ഗവർണറേറ്റിന് കൈമാറി. വാദ്യഭാഗം വക്കീലിന് നൽകാനായി നേരത്തെ എംബസി അക്കൗണ്ടിലെത്തിയ 7 ലക്ഷം റിയാലിൻ്റെ ചെക്കും ഇന്ന് കൈമാറിയിട്ടുണ്ട്. ഇന്ന് ഗവർണർ ഓഫീസിൽ പോയി ചെക്ക് കൈമാറി. എംബസി ഉദ്യോഗസ്ഥനായ യൂസുഫ് കാക്കഞ്ചേരിയും ഇതിൻ്റെ അറ്റോർണിയായ സിദ്ദീഖ് തുവൂരും ചെക്ക് കൈമാറി. അതിനുശേഷം വക്കീലിനുള്ള ഒറിജിനൽ ചെക്ക് വക്കീലിനും അതും കൈമാറി. അബ്ദുൾ റഹീമിന് മാപ്പ് നൽകുന്നതിനുള്ള അനുരഞ്ജന കരാറും മോചനദ്രവ്യമായ 15 മില്യൺ റിയാലിൻ്റെ ചെക്കും ഉൾപ്പെടെയുള്ള രേഖകൾ ഗവർണറേറ്റിൽ നിന്ന് കോടതിക്ക് കൈമാറുക എന്നതാണ് അടുത്ത ഘട്ടം. രേഖകൾ പരിശോധിച്ച ശേഷം കോടതി കേസ് വിളിക്കുന്നതിനുള്ള സമയം അനുവദിക്കും. അന്ന് തന്നെ കോടതി റഹീമിനെതിരെയുള്ള വധശിക്ഷ റദ്ദു ചെയ്യുകയും മോചനത്തിനുള്ള വിധി പുറപ്പെടുവിക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് പെരുന്നാളിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ റിലീസാക്കുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള ശ്രമങ്ങളാണ് നിയമസഹായ സമിതി നടത്തുന്നത്. ഒരുപക്ഷെ സൗദിയിൽ പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരാഴ്ച നീണ്ടുപോകാനും സാധ്യതയുണ്ട്. ഇസ്മായിൽ പയ്യോളി, 24 റിയാദ്. മെക്സിക്കൻ പൊതുതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യമായ മൊറേനയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ക്ലോഡിയ ഷെയ്ൻബോം തെരഞ്ഞെടുക്കപ്പെട്ടേക്കും. 58.3-നും 60.7-നും ഇടയിൽ വോട്ടുകളാണ് ഷെയ്ൻബോം നേടിയത്. പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ സോച്ചിറ്റിൽ ഗാൽവേസിന് 26.6 മുതൽ 28.8% വോട്ടാണ് ലഭിച്ചത്. ഇതോടെ മെക്സിക്കോയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി ക്ലോഡിയ ഷെയ്ൻബോം മാറും. 6 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി. മെക്സിക്കൻ പ്രസിഡന്റിനെയും 628 അംഗ പാർലമെന്റിനെയും 9 ഗവർണർമാരെയും 19,000 തദ്ദേശ ഭരണക്കാരെയും തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഈ മാസം 8-നാണ് ഔദ്യോഗിക ഫലപ്രഖ്യാപനം. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരെ പരിചരിക്കാനായി 500-ലേറെ അംഗങ്ങൾ ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘം സൗദിയിലെത്തി. ആശുപത്രികളും ഡിസ്പെൻസറികളും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രതിദിനം 100 കണക്കിന് തീർത്ഥാടകർ ഈ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. 170 ഡോക്ടർമാരുൾപ്പെടെ 356 പേരാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ആരോഗ്യ പരിചരണത്തിനായി ഇത്തവണ സൗദിയിലെത്തിയിരിക്കുന്നത്. മക്കയിൽ 3 ആശുപത്രികളും 16 ഡിസ്പെൻസറികളും, മദീനയിൽ 1 ആശുപത്രിയും 2 ഡിസ്പെൻസറികളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്.
ലാബോറട്ടറിയും 500ഓളം ഇനം മരുന്നുകളുള്ള ഫാർമസിയും ഉൾപ്പെടെ വിപുലമായ സംവിധാനങ്ങളുണ്ട്. മുൻ വർഷങ്ങളെക്കാൾ സൈക്യാട്രിക് ഡെന്റൽ വിഭാഗങ്ങൾ കൂടി ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിടപ്പ് രോഗികളായ തീർത്ഥാടകരെ ഹജ്ജിന് ശേഷം സ്ട്രെച്ചറിൽ ഡോക്ടർമാരുടെ കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടെന്നും ഹജ്ജ് മിഷൻ മെഡിക്കൽ ഇൻചാർജ് അത്തർ മഹമ്മൂദ് പറഞ്ഞു. We will send the patients which are on bedridden, the patients who are bedridden. After Hajj, we will send these patients with Medif services. Medif services are those services in which the patient will go on stretcher service, on a stretcher in aeroplane with medical doctors and medical paramedics. This time we have 80 maktabs in Mina. Each maktab will be equipped with a medical team with 2 doctors and 2 or 3 paramedics. അസീസിയയിലെ 40 ബെഡ് ആശുപത്രിയിൽ മാത്രം ദിനംപ്രതി 500-ലേറെ തീർത്ഥാടകർ ഇപ്പോൾ ചികിത്സ തേടിയെത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടാനാണ് സാധ്യതയെന്ന് ആശുപത്രി ഇൻചാർജ് ഡോക്ടർ സാബിർ പട്ടേൽ പറഞ്ഞു. Total here we are giving both OPD and IPD services. In OPD some 500 to 600 patients they are taking the benefit from here, sir, for their minor ailments like fever, cold, cough, pain abdomen and ladies problem, or for all these things they are taking the treatment. At this time, sir, 28 patients are admitted for their minor ailment, and for the major some complications like some of the complicated burn injuries, cellulitis and unknown fever and pain abdomen. ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫ സംഗമത്തിനായി കിടപ്പ് രോഗികളായ തീർത്ഥാടകരെ ആംബുലൻസുകളിൽ അറഫയിലെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർക്ക് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ തീർത്ഥാടകർക്കുമുള്ള മെഡിക്കൽ സേവനം ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുണ്ട്. മക്ക, മദീന, മീന, അറഫ, മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ സേവനം ലഭ്യമാണ്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ജിദ്ദയിലെ ഏറനാട് മണ്ഡലം KMCCക്ക് കീഴിൽ ഹജ്ജ് സേവനത്തിന് പോകുന്നവർക്ക് മിന റോഡ് മാപ്പിംഗ്, CPR എന്നിവയിൽ പരിശീലനം നൽകി. നിസാർ മടവൂർ, വിജീഷ് വിജയൻ എന്നിവർ നേതൃത്വം നൽകി. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സുൽഫിക്കർ ഒദായി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ബാവ, KK മുഹമ്മദ്, ഇല്യാസ് കല്ലിങ്ങൽ, സൈദലവി പുളിയങ്കോട്, അഷ്റഫ് കിഴുപറമ്പ് എന്നിവർ സംസാരിച്ചു. ഹജ്ജ് സേവന രംഗത്ത് സജീവമായി മക്ക OICC. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ സാന്നിധ്യം ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഏറെ സഹായകരമാണ്. ഇന്ത്യൻ തീർത്ഥാടകർ മക്കയിൽ നിന്ന് മടങ്ങുന്നതുവരെ സേവനം തുടരും. വനിതകൾ ഉൾപ്പെടെ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരാണ് മക്ക OICCക്ക് കീഴിൽ ഇത്തവണ ഹജ്ജ് സേവനം ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ മക്കയിലെത്തിയതു മുതൽ ആരംഭിക്കുന്ന സേവനം തീർത്ഥാടകരുടെ മടക്കയാത്ര പൂർത്തിയാകുന്നതുവരെ തുടരും. സമ്മാനങ്ങൾ നൽകി തീർത്ഥാടകരെ സ്വീകരിക്കുന്നതോടൊപ്പം മക്കയിലെ അസീസയിലുള്ള തീർത്ഥാടകരുടെ താമസ സ്ഥലങ്ങളിൽ കഞ്ഞിയും മറ്റു ഭക്ഷണ സാധനങ്ങളും ഇവർ വിതരണം ചെയ്യുന്നു. മക്കയിലെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ മെഡിക്കൽ വിംഗ് തീർത്ഥാടകരുടെ സേവനത്തിനായി രൂപീകരിച്ചിട്ടുണ്ട്. മക്കത്തുള്ള എല്ലാ ഹോസ്പിറ്റലിൽ നിന്നുള്ള സ്റ്റാഫുമാരെ ഉൾപ്പെടുത്തി വളരെ വിപുലമായ രീതിയിൽ ഹാജിമാർക്ക് വേണ്ട മെഡിക്കൽ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി വനിതകൾ ഉൾപ്പെടെ അതുപോലെ മെയിൽ സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ സജ്ജമാക്കിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള മെഡിക്കൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാജിമാർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഫുഡ് കമ്മിറ്റി നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഉത്തരേന്ത്യൻ ഹാജിമാർക്ക് വേണ്ടി എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഡാലും റൊട്ടിയും ഈ വർഷവും ഉണ്ടാകും. ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇപ്പം ഹാജിമാർ വന്ന മുതൽ പോകുന്നവരെ എല്ലാ സഹായങ്ങളും ഹോസ്പിറ്റലായാലും ഇവിടെ ആയാലും എല്ലാവിധ സഹായങ്ങളും ഞങ്ങളാൽ കഴിയുന്ന വിധം ഇൻഷാ അല്ലാഹ് ചെയ്യാൻ. വെള്ളിയാഴ്ചകളിൽ ഹറം പള്ളിയിൽ പോയി വരുന്നവർക്കും മിനായിലും അറഫയിലും വഴിതെറ്റുന്നവർക്കുമെല്ലാം വഴികാട്ടികളാണ് OICC പ്രവർത്തകർ. രോഗികളായ തീർത്ഥാടകർക്കും പ്രായം ചെന്നവർക്കും ഏറെ സഹായകരമാണ് ഇവരുടെ സേവനം. മഹ്റമില്ലാതെ ഹജ്ജ് നിർവഹിക്കുന്ന വനിതാ തീർത്ഥാടകർക്ക് OICC വനിതാ വിഭാഗത്തിന്റെ സാന്നിധ്യവും സേവനവും ഏറെ ആശ്വാസം നൽകുന്നുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന് കീഴിൽ ഹജ്ജ് സേവനത്തിന് പോകുന്നവർക്ക് വോളണ്ടിയർ പരിശീലനം നൽകി. രോഗികളും പ്രായമായവരുമായ തീർത്ഥാടകർക്ക് സേവനം നൽകാൻ പ്രവർത്തകരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചെയർമാൻ നസീർ വാവക്കുഞ്ഞിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി അബ്ദുറഹ്മാൻ ഫദൂൽ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി അബ്ബാസ് ചെമ്പൻ ആമുഖ പ്രഭാഷണം നടത്തി. അഷ്റഫ് വടക്കേക്കാട് സ്വാഗതവും ഷറഫു കാളികാവ് നന്ദിയും പറഞ്ഞു. ഇസുദ്ദീൻ സൊലാഹി സേവനങ്ങളുടെ ഇസ്ലാമിക മാനങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഡോക്ടർ ഷമീർ ചന്ദ്രോത്ത് ബോധവൽക്കരണ ക്ലാസും നയിച്ചു. ഈ വർഷം ആദ്യം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യാജരേഖകളുമായി എത്തിയതിന് പിടിയിലായത് 366 പേർ.
വ്യാജ പാസ്പോർട്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് യാത്ര ചെയ്തവരെയാണ് പിടികൂടിയത്. ഇത്തരക്കാരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കി. വ്യാജരേഖ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്താൻ അത്യാധുനിക സംവിധാനങ്ങളാണ് ദുബായ് വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദുബായ് വിമാനത്താവളങ്ങളിലെ ഓരോ പാസ്പോർട്ട് നിയന്ത്രണ കൗണ്ടറിലും എത്തുന്ന ആളുകളിൽ സംശയമുള്ളവരെ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ കണ്ടെത്താനാകും. സംശയാസ്പദമായ യാത്രാരേഖകൾ നിയന്ത്രണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയാൽ അത് പരിശോധനാ കേന്ദ്രത്തിലേക്ക് അയക്കും. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ രേഖകൾ വ്യാജമാണോ എന്ന് ഉറപ്പുവരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇത്തരത്തിൽ ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ യാത്രക്കാരിൽ നിന്ന് 366 കൃത്രിമ യാത്രാരേഖകൾ പിടികൂടിയതായി ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 355 വ്യാജരേഖകളാണ് പിടികൂടിയത്. കേസുകളുടെ സ്വഭാവം അനുസരിച്ച് ഇവ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ടെന്ന് ദുബായ് എയർപോർട്ടിലെ പ്രത്യേക ഡോക്യുമെന്റ് പരിശോധനാ കേന്ദ്രത്തിലെ മുഖ്യ ഉപദേഷ്ടാവ് അഖിൽ അഹമ്മദ് അൽ നജ്ജാർ വ്യക്തമാക്കി. അരുൺ പാറാട്ട്, 24, ദുബായ്. മംസാർ, ജുമൈറ 1 ബീച്ചുകളിൽ കൂടുതൽ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച ദുബായ്. മംസാർ ബീച്ചിൽ ദുബായിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് നടപ്പാലം ഉൾപ്പെടെയാണ് പ്രഖ്യാപനത്തിലുള്ളത്. രാജ്യാന്തര നിലവാരത്തിൽ ദുബായിലെ പൊതു ബീച്ചുകളെ ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ദുബായിൽ ആദ്യത്തെ ഫ്ലോട്ടിംഗ് നടപ്പാലം ഉൾപ്പെടെയുള്ള വൻ പദ്ധതികളാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 200 മീറ്റർ നീളത്തിൽ മംസാർ ബീച്ചിന്റെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അന്താരാഷ്ട്ര നിലവാരത്തിലാണ് നിർമ്മിക്കുക. ഇതുൾപ്പെടെ മംസാർ, ജുമൈറ 1 ബീച്ചുകളിലായി 35.5 കോടി ദിർഹത്തിന്റെ വികസന പദ്ധതികളാണ് ദുബായ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശമനുസരിച്ച് തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിക്ക് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാനും ദുബായ് ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ഷെയ്ഖ് മക്തുമും നേതൃത്വം നൽകും. രാജ്യാന്തര നിലവാരത്തിൽ ദുബായിലെ പൊതു ബീച്ചുകളെ ഉയർത്തി ലോകത്തിലെ ബീച്ച് ടൂറിസത്തിലെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായി ഉയർത്തുകയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. 2 ബീച്ചുകളെയും ബന്ധിപ്പിക്കുന്ന 5 കിലോമീറ്റർ നീളത്തിലുള്ള നടപ്പാതയും സൈക്ലിംഗ് ട്രാക്കും നിർമ്മിക്കും. ഇരു ബീച്ചുകളിലുമായി 1400 പാർക്കിംഗ് മേഖലകളും സജ്ജമാക്കുമെന്നും സുരക്ഷ ഉറപ്പാക്കാൻ നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അരുൺ പാറാട്ട്, 24, ദുബായ്. സൗദി ബ്രസീൽ വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്തുന്ന ധാരണാപത്രത്തിൽ ലുലു ഗ്രൂപ്പ് ഒപ്പുവെച്ചു. ബ്രസീൽ വൈസ് പ്രസിഡന്റിന്റെ സൗദി സന്ദർശന വേളയിൽ റിയാദിലായിരുന്നു ചടങ്ങ്. കൂടുതൽ ബ്രസീലിയൻ ഉൽപ്പന്നങ്ങൾ സൗദി വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ബ്രസീലിയൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻസ് ഏജൻസി പ്രതിനിധി ജോർജ് നെയ്വിയാന മസിഡോ നെവസ്, ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ബ്രസീലിയൻ വൈസ് പ്രസിഡന്റ് ജെറാൾഡോ അൽക്മിൻ, സൗദി നിക്ഷേപകാര്യമന്ത്രി ഖാലിദ് അൽ ഫാലിഹ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മലയാളി രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഡിസ്പ കേരള 2023-24 അധ്യയന വർഷത്തിലെ 10ാം തരം +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ദമാം ബദർ ഓഡിറ്റോറിയത്തിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ചടങ്ങിലാണ് വിജയികൾക്ക് ഡിസ്പാക് ടോപ്പേഴ്സ് അവാർഡുകൾ നൽകി ആദരിച്ചത്. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മലയാളി രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഡിസ്പ കേരളയാണ് 2023-24 അധ്യയന വർഷത്തിലെ 10ാം തരം +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി ആദരവൊരുക്കിയത്. ദമാം ബദർ ഓഡിറ്റോറിയത്തിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത ചടങ്ങിലാണ് വിജയികൾക്ക് ഡിസ്പാക് ടോപ്പേഴ്സ് അവാർഡുകൾ നൽകി ആദരിച്ചത്. ഇന്ത്യൻ സ്കൂളിലെ 10ാം തരം +2 പരീക്ഷകളിൽ 90% കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിൽ 1, 2, 3 സ്ഥാനം നേടി ടോപ്പർമാരായ വിദ്യാർത്ഥികളെയും മൊമന്റോകൾ നൽകി ആദരിച്ചു. ഡിസ്പാക് പ്രസിഡന്റ് നജീം ബഷീർ അധ്യക്ഷം വഹിച്ച അനുമോദന സംഗമം അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ PM ഹാരിസ്, ബിജു കല്ലുമല, ആലിക്കുട്ടി ഒളവട്ടൂർ, മൊഹീദ്ദീൻ, ഷബീർ ചാത്തമംഗലം, ഇന്ത്യൻ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിഷ, നൌഷാദ് ഇരിക്കൂർ, സുബൈർ ഉദ്നൂർ, ഉണ്ണി PSL, മാലിക് മക്ബൂൽ, സത്താർ, സുരേഷ് ഭാരതി, ഷിഹാബ് കൊയിലാണ്ടി, നാസർ അണ്ടോണ, ലീന ഉണ്ണികൃഷ്ണൻ, മൊയ്തീൻ കുഞ്ഞി കളനാട് എന്നിവർ വിജയികൾക്കുള്ള മൊമന്റോകൾ സമ്മാനിച്ചു. മൈൻഡ് അക്കാദമി CEO മുരളി കൃഷ്ണൻ നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ ആസ്വദിച്ചു. വിദ്യാർത്ഥികൾക്ക് നൽകിയ അനുമോദന ചടങ്ങ് ഭാവി ജീവിതത്തിൽ അവർക്ക് വലിയൊരു മുതൽക്കൂട്ടാകുമെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. നൂർ മുഹമ്മദ്, ഏഞ്ചൽ, സാറ തോമസ്, കല്യാണി ബിനു, സഞ്ജിത കാർത്തിക് തുടങ്ങിയ കലാകാരന്മാരുടെ ഗാനങ്ങളും നൃത്യങ്ങളും സദസ്സിന് കൊഴുപ്പേകി. പരിപാടിക്ക് ശേഷം കൂടിച്ചേർന്ന രക്ഷിതാക്കളുടെ യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തി ഡിസ്പാക്കിന്റെ നേതൃത്വത്തിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കമ്മിറ്റിയുടെ തീരുമാനത്തിന് രക്ഷകർത്താക്കൾ പൂർണ്ണ പിന്തുണയും നൽകി.
ഡോക്ടർ ഫ്രീസിയ ഹബീബായിരുന്നു പരിപാടിയുടെ അവതാരിക. അസ്ലം ഫറൂഖ്, തോമസ് തൈപ്പറമ്പിൽ, ആഷിഫ് ഇബ്രാഹിം, ബിനോജി എബ്രഹാം, അജിം ജലാലുദ്ദീൻ, ഇർഷാദ് കളനാട്, ഷൈൻ രാജ്, മുസ്തഫ പാവയിൽ, സുലൈമാൻ അലി, ഇസ്മായിൽ മുഹമ്മദ്, അനസ് കൊല്ലം, മഷൂദ് ഹസൻ തുടങ്ങിയവർ അനുമോദന ചടങ്ങിന് നേതൃത്വം നൽകി. ഡിസ്പാക്ക് ജനറൽ സെക്രട്ടറി താജു അയ്യാറിൽ സ്വാഗതവും ട്രഷറർ ആസിഫ് താനൂർ നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. ഓവർസീസ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച സാഹിത്യോത്സവം വ്യത്യസ്തമായി. ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ നടന്ന സാഹിത്യോത്സവത്തിൽ എഴുത്തുകാരൻ NS മാധവൻ, MA ബേബി, മുരുകൻ കാട്ടാക്കട ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. സമകാലിക വിഷയങ്ങളിൽ കലാസാഹിത്യ പ്രവർത്തകരുടെ ഇടപെടലിന്റെ പ്രസക്തി വെളിവാക്കിയാണ് ഓർമ്മ സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിന് കൊടിയിറങ്ങിയത്. 2 ദിവസങ്ങളിലായി 12 സെഷനുകളിൽ 70-ലധികം പാനലിസ്റ്റുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ സാഹിത്യോത്സവം പ്രവാസി മലയാളികൾക്ക് പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത്. വർത്തമാനകാലത്ത് ഭാവനയിലൂടെയും എഴുത്തിലൂടെയും നടത്തുന്ന പ്രതിരോധം ഏറ്റവും പ്രസക്തമാണെന്ന് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത എഴുത്തുകാരൻ NS മാധവൻ പറഞ്ഞു. പ്രവാസ സാഹിത്യത്തിന്റെ അനന്ത സാധ്യതകളും പെണ്ണെഴുത്തിന്റെ സമകാലിക പ്രസക്തിയും ഒപ്പം സമൂഹ മാധ്യമങ്ങളുടെ സമകാലിക സാധ്യതകളും പരിപാടി ചർച്ച ചെയ്തു. മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് നേതൃത്വം നൽകിയ മീഡിയ കോൺക്ലേവ് വ്യത്യസ്തമായി. പ്രമുഖ കലാകാരനും ശില്പിയുമായ നിസാർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ചിത്രകാരന്മാരുടെ ലൈവ് പെയിന്റിംഗും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. MA ബേബി, മുരുകൻ കാട്ടാക്കട, KJ ജേക്കബ്, ബിന്ദു, ചിന്ത ജെറോം എന്നിവരും സാഹിത്യോത്സവത്തിൽ പങ്കെടുത്തു. അരുൺ പറാട്ട്, 24 ദുബായ്. ഫോക്കസ് പൂർണ്ണമാകുന്നു. നൈറ്റ്.